അതിൻ്റെ 7-ാമത്തെ ഫലമായ വിശ്വസ്തത. ദോഷിയും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്ന ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ശൗൽ എന്ന തന്നെ പൗലോസാക്കി തീർത്ത് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ചൊരിഞ്ഞു തന്ന ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തോലൻ 1 തീമോഥെയോസ് 1:12 ആരംഭിക്കുന്നത്. ഇവിടെ പ്രധാനമായും എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തോലൻ സ്തുതി അർപ്പിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നുവെന്ന ഫിലിപ്പിയരിലും എഫേസോസിലും പറയുന്ന വചനം പോലെ ദൈവം നൽകിയ ശക്തിക്ക് നന്ദി പറയുന്നു. 2, ഒരു വിശ്വാസിക്കോ ആത്മീയ ശുശ്രൂഷകനോ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയും ഭാഗ്യവുമായ കർത്താവ് തന്നെ വിശ്വസ്തനെന്ന് എണ്ണിയതായി സ്തോത്രം ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ നാം ഇവിടെ കാണുന്നു. ഈ ഭാഗ്യകരമായ പദവി ആർജിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ശൗലിൽ നിന്നും പൗലോസായി വേർതിരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു രാജാവിന് രാജഭക്തിയും ആദരവും വിശ്വാസവുമുള്ള അനേകം ഭടന്മാരുണ്ടാകാം. എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആയിരിക്കും രാജാവ് ചുമതലകൾ ഏൽപ്പിക്കുക. നമ്മുടെ ജോലിയിലും പ്രവർത്തന മേഖലകളിലും ഇവ ബാധകമാണ്. നമുക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ടോ എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നാം വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നമ്മെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്നുള്ളതും. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും എന്ന കർത്തൃവാക്യത്തിന് ഇവിടെ ഏറെ സാങ്കത്യമുണ്ട്. ക്രിസ്തു എന്ന രക്ഷകൻ നമ്മുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു. അവിടുത്തെ ശബ്ദം കേട്ട് നാം വാതിൽ തുറക്കണം. അപ്പോൾ നാമും പൗലോസിനെ പോലെ വിശ്വസ്തനും ദാവീദിനെ പോലെ ഹൃദയത്തോട് ചേർന്ന പുരുഷനും ദാനിയേലിനെ പോലെ ഏറ്റവും പ്രിയ പുരുഷനുമായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവം ചിലപ്പോൾ സഹനങ്ങൾ അനുവദിക്കുന്നത് മഹത്വത്തിൻ്റെ വസ്ത്രമണിയിച്ച് മേൽപ്പറഞ്ഞ പദവിയിലേക്ക് നമ്മെ ഉയർത്തുവാനായിട്ടാണ്. അത്തരം സഹനങ്ങളെ ക്രിസ്തുവിൽ സ്വീകരിച്ചാൽ കൃപയാൽ അതിജീവിക്കുകയും സമാധാനത്തിൽ നാം വാഴുകയും ചെയ്യും. 3, ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് തന്നെ പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ചു എന്ന് പൗലോസ്ലീഹായ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയകാരണം ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും അതിൽ കാണിച്ച വിശ്വസ്തതയുമാണ്. തൻ്റെ ഇഹലോക ജീവിതം ഏതുമില്ല എന്നും എണ്ണിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച് അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യത നേടിയ വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. ലോകമോഹങ്ങളും സുഖങ്ങളും തേടി ജീവിക്കുകയും ദൈവത്തെ അറിയാതെയോ അവഗണിക്കുകയോ അറിയാൻ ആഗ്രഹിക്കാതെയോ ഇരിക്കുന്ന തലമുറയിൽ നിന്നും ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ വേല ചെയ്യുന്ന നല്ല ഭടനായിരിക്കുവാനും വിശ്വസ്തൻ എന്ന പദവിയിലേക്ക് ഉയർന്ന് ദൈവരാജ്യത്തിൻ്റെ കാവൽക്കാരനായിരിക്കുവാനും വചനഭാഗം നമ്മെ മാടി വിളിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.